ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനമാണ് ടേക്ക് ഓഫിനിടെ തകർന്നു വീണത്. 169 ഇന്ത്യൻ പൗരന്മാരും 59 ബ്രിട്ടീഷുകാരും ഒരു കനേഡിയൻ പൗരനും 7 പോർച്ചുഗീസുകാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രിയും അപകടസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതിദാരുണമായ സംഭവമാണ് നടന്നത് എന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു. അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 6 ടീമുകളെയും BSFന്റെ 2 ടീമുകളെയും വിന്യസിച്ചു. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം 2 NDRF ടീമുകൾ സ്ഥലത്തെത്തി. 4 ടീമുകൾ കൂടി യാത്രയിലാണ് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. സേനയുടെ അതിർത്തി ആസ്ഥാനത്തു നിന്നുള്ള 2 അതിർത്തി സുരക്ഷാ സേനാ ടീമുകളും ഉടനെത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സന്ദർശിച്ചു. അപകടത്തിൽപ്പെട്ടവരിൽ മലയാളിയും ഉൾപ്പെട്ടിട്ടുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്ത് ഇതാദ്യമായാണ് ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനം അപകടത്തിൽപ്പെടുന്നത്.